ജീവിതത്തിൽ ഒരു കാര്യവും ശരിക്കും ചെയ്യില്ല, സംശയിട്ടോ? എല്ലാവർക്കും ഞാനൊരു ജോലി തരുന്നുണ്ട്. അതെ, ഞാൻ ആകപ്പാട് ഇച്ചിരിയേ ഉള്ളൂ. എന്നെ കൊണ്ട് വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ പണിയാണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാം, സംശയിട്ടോ? നീ കരുതുന്ന പോലെ ഇതൊരു വലിയ പണിയൊന്നും അല്ല. പുറത്തെ മാവില് മാമ്പഴം നിൽക്കുന്ന കണ്ടോ? അത് സുരക്ഷിതമായി നോക്കണം. മാങ്ങ എന്തിനാ സുരക്ഷിതമായിട്ട് നോക്കുന്നേ? അതിനെ പറിച്ചു നിന്നാൽ സുരക്ഷിതമായിട്ട് വയറ്റിനകത്ത് കിടക്കുമല്ലോ. പക്ഷികളൊക്കെ വന്നത് തിന്നോണ്ട് പോവും ഹണി. നന്നായിട്ട് നോക്കിക്കോണേ. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ തന്നെ എല്ലാവർക്കും മാംഗോ ഷേക്ക്, മാംഗോ ജെല്ലി, പിന്നെ മാംഗോ ജാം ഉണ്ടാക്കി തരാം. ഓക്കേ, ബൈ. എന്തോന്നടേ സോറി? നീ കാരണം എന്റെ ഡ്രസ് മുഴുവൻ ഇപ്പൊ കീറി. ഇനിയും കുറച്ചു നേരം കൂടെ പറക്കുവാണെങ്കിൽ എന്റെ ജീവൻ എന്നെ വിട്ട് പറന്നു പോവും. എന്റെ അമ്മേ! ചേട്ടാ, മാമ്പഴം പറിക്കരുത്. ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം. എന്നോട് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. കാരണം ഞാൻ ബാഡ് മങ്കി. കുഞ്ഞളിയ, ഇത് കൊരങ്ങനാ. എടാ കൊരങ്ങ, ഡാൻസ് കളിച്ച് കാണിക്കേ. നിനക്ക് ഡാൻസ് കളിച്ച് കാണണമല്ലേ? കാണിച്ചു തരാം നിനക്ക്. എങ്കിൽ പിന്നെ നീ തന്നെ ഡാൻസ് കളിച്ച് നീ തന്നെ കാണുക. ഞാൻ രക്ഷപ്പെടാൻ നോക്കിയതല്ല. ഞാൻ കാട്ടിൽ കുറ്റിപ്പിടി നൃത്തം കളിക്കാൻ ശ്രമിച്ചതാ. എന്റെ കൊരങ്ങൻ ചേട്ടാ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, മാമ്പഴം മാത്രം പറിക്കരുത്. മേഡം ഞങ്ങളോട് മാങ്ങ ആരും പറിക്കരുതെന്ന് പറഞ്ഞിരിക്കുക. പറിക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ പറിക്കും. കാരണം ഞാൻ ബാഡ് മങ്കി. ഇനി മാങ്ങ ഉണ്ടാകില്ല, അത് ഞാൻ ഗ്യാരണ്ടി. ഈ മാമ്പഴത്തിന് നല്ല മധുരമുണ്ട് കേട്ടോ. എന്റെ മങ്കി ചേട്ടാ, എന്താ ഇതൊക്കെ? മേഡം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നം. വിഷമിക്കേണ്ട പോപട്ടെ, അതിൽ ഒരുപാട് മാമ്പഴമുണ്ട്. എല്ലാം എന്തായാലും ഇവനെ കൊണ്ട് പറിക്കാൻ പറ്റില്ല. അങ്ങനെയോ? ബാഡ് മങ്കിയോട് ചാലഞ്ചോ? വരൂ കൂട്ടുകാരെ, വന്നീ മാമ്പഴം കഴിക്കൂ. ഐഡിയ ഉണ്ടോ? അതും കൂടെ കൊടുക്ക. അതും കൂടെ. എടാ, ഇന്ന് മേഡത്തിന്റെ അടുത്തുനിന്ന് നന്നായിട്ട് വഴക്ക് നമുക്ക് കിട്ടും. കഴിക്കുകയാണെങ്കിൽ മര്യാദക്ക് കഴിക്ക്. എന്തിനാ ഞങ്ങൾ എറിഞ്ഞു കളിക്കുന്നേ? ഇത് വെറും ഒരു തമാശക്ക് എന്റെ മനസ്സിൽ തോന്നുന്നത് ചെയ്യും. കാരണം ഞാൻ ബാഡ് മങ്കി.
അളിയോ ഇവന്റെ രോഗം എങ്ങനെയെങ്കിലും നമുക്ക് തീർത്തേ പറ്റൂ. അത് ശരി, നീ എന്തോ ഡോക്ടറാണോ ഇവന്റെ രോഗം തീർക്കാൻ? വീട്ടിനുള്ളിലേക്ക് മാമ്പഴം പറിച്ചെറിയുന്നത് എന്തിനാ? ഒരുപക്ഷെ ഇവന് വട്ടായോ? രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. കുരങ്ങന്മാരൻ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു. ഞങ്ങളെ മാമ്പഴം കൊണ്ട് എറിയുന്നു. രക്ഷിക്കണേ. അമ്പടാ, അപ്പൊ മാമ്പഴം എറിഞ്ഞ് വല ചീത്തയാക്കിയത് കുരങ്ങന്മാരാണല്ലേ? അല്ല, അകത്തേക്ക് മാമ്പഴം എറിഞ്ഞത് ബണ്ണിയാ. അല്ലല്ല അളിയ കള്ള മാത്രം പറയരുത്. ആ മാമ്പഴം എന്നെ കുരങ്ങന്മാർ എറിഞ്ഞതാ. അതാ നേരെ വന്ന് ഇവിടെ വീണത്. അതെ, മാങ്ങ പറിച്ച കുരങ്ങന്മാർ അകത്തേക്ക് എറിഞ്ഞു. എറിഞ്ഞ മാങ്ങ നേരെ വന്ന് വലയിൽ വീണു. വല നശിപ്പിക്കാൻ കുരങ്ങന്മാർ മാങ്ങ എറിഞ്ഞു. ആ മാങ്ങ വന്ന് വലയിൽ വീണു. എന്ത് സംശയമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകുന്ന പോലെ പറയാൻ പഠിക്കടാ. അപ്പൊ അകത്തോട്ട് മാങ്ങ എറിഞ്ഞ് ഞങ്ങളുടെ കൂട് പൊട്ടിച്ചത് ആ കുരങ്ങന്മാരാണോ? ആക്രമിക്കൂ. ജോർദാർ, നീ വേൻ ടെറസിലേക്ക് പോ. ഞാൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്താൽ മതി. പോ വേഗം. യെസ് സർ. മര്യാദക്കെല്ലാം നിർത്തിക്കോ. എടാ എട്ടുകാലി, നീ എന്നോട് ആജ്ഞാപിക്കുന്നു. നിനക്കിട്ട് ഞാൻ പണി തരാം. വേണ്ട കുരങ്ങൻ ചേട്ടാ, ഇവരിപ്പൊ തന്നെ വീടിനകത്ത് വലകെട്ടി പണിയെടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്. പിടിക്കവന്മാരെ. അതുകൊള്ളാം. മാംഗോ ഫൈറ്റ്. ഓക്കേ. ആക്രമിക്കൂ. ആരെയും വെറുതെ വിടരുത്. ആരും രക്ഷപ്പെടാൻ പാടില്ല. കൊള്ളാലോ, ഇത്തിരി പോന്ന ഉമ്മാർക്ക് ഇത്രമാത്രം ശക്തി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്റെ കുരങ്ങൻ ചേട്ടായി, വിഷമിക്കണ്ടെന്നേ, ഞാൻ അഴിച്ചുവിടാം. ആക്ഷൻ. തുറന്നു വിടാൻ മര്യാദക്ക് തുറന്നു വിട്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അതെയോ? വെയിറ്റ് ചെയ്യ്. നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അത് ശരി, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? നിനക്കിതിപ്പോ സ്ഥിരം പണിയായി. കൂട് പൊട്ടിച്ച് എപ്പോഴും പുറത്ത് കറങ്ങി നടക്കുക. ഇവനെ പിടിച്ച് വണ്ടി കയറ്റേ. എന്നെ നിങ്ങൾ ഇവന്മാർക്ക് പിടിച്ചു കൊടുത്തല്ലേ? എങ്ങക്കിട്ട് വെച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും തിരിച്ചു വരും ഈ ബാഡ് മങ്കി. കലക്കി കൂട്ടുകാരെ, കലക്കി. കൊരങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചു. അടിപൊളി, അടിപൊളി തന്നെ. ഒരുപാട് സന്തോഷിക്കണ്ട. ഞങ്ങളുടെ വല പൊട്ടിച്ച എന്റെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും, മറക്കണ്ട. നിങ്ങളിത് കണ്ടോ കൂട്ടുകാരെ? മാമ്പഴം മുഴുവൻ പോയി. ഇന്ന് മേഡം തീർച്ചയായിട്ടും നമുക്ക് നല്ല വഴക്ക് തരും. ബായ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. മേഡം വരുന്നതിന് മുമ്പ് എല്ലാ മാമ്പഴത്തെയും പശ വെച്ച് നമുക്ക് ഒട്ടിക്കാം. എന്റെ ബ്രെയിൻ മ്യൂസിയത്തിൽ തന്നെ വെക്കണോടെ, സംശയമുണ്ടോ? എടാ അളിയ, ഒരു കാര്യം ചെയ്യാം. എല്ലാ മാമ്പഴം എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിച്ചു വെക്കാം. നീ ഹണിയുടെ കൂട്ടങ്ങ് നിർത്തിയേക്ക്. കാരണം നീ ഇപ്പൊ അവനെ പോലെ സംസാരിക്കുന്നു. എടാ ബണ്ണി, പശ വെച്ച് മാമ്പഴം ഒട്ടി കഴിഞ്ഞാ അത് കഴിക്കുമ്പോ വായിൽ പശ ഒട്ടി പിടിക്കില്ലേ? നിങ്ങൾ എല്ലാവരും തന്നെ വല്ലാത്ത ക്ഷീണത്തിലാണല്ലോ. എല്ലാ മാമ്പഴം പറിച്ചോ? നല്ല കുട്ടികൾ. ഈ മാമ്പഴമൊക്കെ പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സമയം വേസ്റ്റ് ആവുമെന്ന് അറിയാവോ? നിങ്ങൾ കാരണം അത് ലാഭിച്ചു. രാവിലെ മുതൽ ഞങ്ങൾ തുടങ്ങിയതാ.
കൊച്ചളിയ ഇതാ കൊരങ്ങന്മാരല്ലേ? കുരങ്ങന്മാരെ പോലെ ഒരു ശാഖയിൽ നിന്ന് മറ്റൊരു ശാഖയിലേക്ക് ചാടി ചാടി ഞങ്ങൾ പറിച്ചെടുത്തതാ. അതെ. വെരി ഗുഡ്. വേഗം അതെല്ലാം പെറുക്കിയെടുത്ത് അകത്തേക്ക് വരൂ.